പ്രശസ്ത സിനിമാ താരം സന്തോഷ് കെ നായരുടെ മരണം സിനിമാ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. വില്ലൻ വേഷങ്ങൾ കൊണ്ട് മലയാളി പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത നേടിയ നടനായിരുന്നു സന്തോഷ് കെ നായർ. ഇപ്പോൾ ഇതാ അദ്ദേഹം ദിവസങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് നൊമ്പരമായി മാറിയിരിക്കുന്നത്. ആ അഭിമുഖത്തിൽ സിനിമാ ഷൂട്ടിങ്ങുകൾക്കിടെയുണ്ടായ അപകടത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു. തനിക്ക് സാഹസിക രംഗങ്ങൾ ചെയ്യാൻ ഭയമില്ല എന്നും സിനിമയോട് അത്രയ്ക്കും അർപ്പണബോധമാണെന്നും സന്തോഷ് പറഞ്ഞിരുന്നു. സിനിമയിലേക്കുള്ള തന്റെ തിരിച്ചുവരവിനെക്കുറിച്ചും അദ്ദേഹം അഭിമുഖത്തിൽ വാചാലനായിരുന്നു. ഞാൻ മരിച്ചു പോകണമെങ്കിൽ എന്റെ ആയുസ്സ് തീർന്നിരിക്കണം. അതിനിപ്പോൾ ഞാൻ വീടിനുള്ളിൽ ഇരുന്നാലും മതി. ഒരു ഫാൻ പൊട്ടി വീണാൽ മതിയല്ലോ. നമ്മുടെ സമയം അവസാനിക്കണമെങ്കിൽ അതായാലും പോരെ. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയാൽ എന്താണ് പ്രശ്നം? ഒരാൾ ഒരു കാര്യം വന്ന് ആവശ്യപ്പെട്ടാൽ നോ പറയാറില്ല. തന്നെക്കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധി ചെയ്തു കൊടുക്കുമെന്നും അദ്ദേഹം പറയുന്നു. സിനിമയിലെ സംഘടന രംഗങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു സന്തോഷ് കെ നായരുടെ ഈ മറുപടി. അദ്ദേഹത്തിന്റെ ഈ അഭിമുഖമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായിരിക്കുന്നത്. പത്തനംതിട്ട ഏനാത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഹൃദയാഘാതം വന്നാണ് ഇദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നത്. അപകടത്തിൽ കൂടെയുണ്ടായിരുന്ന ഭാര്യ ശുഭശ്രീക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം തന്നെ സന്തോഷിന്റെ മരണത്തിൽ നിരവധി സിനിമാ താരങ്ങളാണ് അനുശോചനവുമായി രംഗത്തെത്തിയത്. സന്തോഷ് കോളേജിൽ തന്റെ ജൂനിയർ ആയിരുന്നുവെന്നും നല്ലൊരു സുഹൃത്തും സഹോദരനുമായിരുന്നുവെന്നുമാണ് മോഹൻലാൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. 1960 നവംബർ 12 CN കേശവൻ നായരുടെയും പി രാജലക്ഷ്മി അമ്മയുടെയും മകനായി തിരുവനന്തപുരത്താണ് സന്തോഷ് നായരുടെ ജനനം. തിരുവനന്തപുരം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസവും മഹാത്മാഗാന്ധി കോളേജിൽ നിന്ന് ഗണിതത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. MG കോളേജിൽ മോഹൻലാലിന്റെ ജൂനിയർ ആയിരുന്നു സന്തോഷ്. ഭാര്യ ശുഭശ്രീ സ്കൂൾ അധ്യാപികയാണ്. 2021 ഏകമകൾ രാജശ്രീയുടെ വിവാഹം നടന്നത്. സിനിമയിലെ വില്ലൻ വേഷങ്ങൾ നായക കഥാപാത്രങ്ങളെക്കാൾ കരുത്തുള്ളതാണെന്നും അവയാണ് തനിക്ക് കൂടുതൽ പ്രിയമെന്നും സന്തോഷ് നായർ വിശ്വസിച്ചിരുന്നു. ക്രൂരമായ കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചതുമൂലം ജീവിതത്തിൽ ആദ്യമൊക്കെ സ്ത്രീകൾക്ക് തന്നെ ഭയമായിരുന്നുവെന്ന രസകരമായ ഓർമ്മകളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. 1985 18ഓളം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ യുവജനോത്സവത്തിലെ പോസിറ്റീവ് റോളും പിന്നീട് വന്ന മോഹൻലാൽ ചിത്രം 20-ാം നൂറ്റാണ്ടിലെ ജാക്കിയുടെ വലങ്കൈയായ ലോറൻസ് എന്ന കഥാപാത്രവും ശ്രദ്ധിക്കപ്പെട്ടു. സിനിമകൾക്ക് പുറമെ ടെലിവിഷൻ പരമ്പരകളിലും അദ്ദേഹം സജീവമായിരുന്നു.